അപ്പോൾ ഹായ്ക്കൂട്ടുകാരെ, ഞാൻ ഇന്നിങ്ങനെ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതുപോലെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹായ്ക്കൂട്ടുകാരെ, സെലം ബ്ലൗസിലേക്ക് സ്വാഗതം. അപ്പോഴിന്ന് മാങ്ങ വെച്ചൊരു പുളിശ്ശേരി നോക്കാം. അതിനായിട്ട് 1 കിലോ മാങ്ങ വരെ എടുത്തിരിക്കുന്നത്. അപ്പോഴേ ഞാൻ വാങ്ങിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിന്റെ തോടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴെല്ലാം മാങ്ങയെല്ലാം അവിടെ ചെത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒന്ന് ഞരടി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴിത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നോണ്ടാണ് മാങ്ങ അങ്ങ് ഒരുമാതിരി ആയിപ്പോയി. അതുപോലെ തൊലി ഇളകി വരില്ലായിരുന്നു, ഇച്ചിരി പാടായിരുന്നു. ഇനി ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇത് വേകുവാൻ ആവശ്യമായ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക. ശകലം കറി ലീവ്സ് കൂടെ ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക. ഒരു 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം, വെന്തൊന്ന് ഉടയണം. അപ്പോഴും നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടി 1 പിടി തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും കൂടെ ഇട്ടൊന്ന് അരച്ചെടുത്തതാണ്. അത് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ മാങ്ങ വെന്തിട്ടുണ്ട്. വെന്ത് കുറച്ച് ഞാൻ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് അരപ്പ് ഒഴിച്ചു കൊടുത്തത്. തീ ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കാം. ചെറിയ തീയിലൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇവിടെ നല്ലപോലെ തിളച്ച് അരപ്പിന്റെ പച്ചച്ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവ് പോലെ തോന്നുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ പുളിപ്പിനനുസരിച്ച് നോക്കിയിട്ട് തൈര് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 2 ഗ്ലാസ് തൈരാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പൊ ഇപ്പോഴും മാങ്ങയുടെയൊക്കെ സീസണല്ല. അപ്പോഴിപ്പം ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ നല്ല മധുരമുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ അപ്പോഴും ഒരു തവണ ചെയ്ത് നോക്കണം. ഇതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരും. ഇനി ഇതൊന്ന് കടുതാളിച്ചാൽ മാത്രം മതി. ഇപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി
കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവ ഉണ്ടെങ്കിൽ ഈ അവസരത്ത് ഉലുവ ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഉലുവ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഗീ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2-3 വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതേപോലെ കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടെ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ, എപ്പോഴും എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നെയ്യിൽ കടുവറുത്തെടുക്കുമ്പം പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്നുള്ള. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.